ഒരുപാട് കാലം കൂടി നല്ലൊരു വെതർ വന്നേ. പിന്നെ ഞങ്ങൾ ഡ്യൂട്ടി ഉണ്ടായിരുന്നു എനിക്ക് അന്ന്, പക്ഷെ അതൊന്നും നോക്കിയൊന്നുമില്ല. വെതർ കണ്ടപ്പോഴത്തേക്ക് അന്നത്തെ വെതർ മിസ് ചെയ്യാനേ തോന്നിയില്ല. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും കൂടെ നടക്കാൻ പോയി. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് നമ്മളെ പോലെ തന്നെ തലക്ക് വെളിവില്ലാത്തൊരു ചങ്കിനെ കൂട്ടായിട്ട് കിട്ടുക അറിയണത്. അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡാൻസ് ചെയ്യണോ പാട്ട് പാടണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ സൺലൈറ്റും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക്. അത്രയും ഭംഗി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എനിക്ക് എടുത്ത് തരാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നു കഴിഞ്ഞപ്പം ഇന്നാൾ ഞാൻ നിങ്ങളെ കുറേ വൈറ്റ് ബെൽസ് ഒക്കെ കാണിച്ചു തന്നില്ലായിരുന്നു, അതെല്ലാം പൊഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് മുന്നോട്ട് ചെന്നപ്പോൾ ഒരു മരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പം ശോഭയ്ക്കകത്തെ കയറി ഇരുന്ന് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ശോഭ അകത്തെ കയറി ഇരുന്ന് കുറച്ച് നേരം ഊഞ്ഞാലാടി. എവിടെ പോണ നമ്മള്? അവിടെ ഒരു ബീച്ചൊന്നുമില്ല, കനാലിൻ്റെ അവിടെ കുറച്ച് ഉരുളൻകല്ലുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കാനും കുളിക്കാനും ഒക്കെ സ്പേസ് ഉണ്ട്. ആൾക്കാർ ഈ പട്ടീനെയൊക്കെ കൊണ്ട് അവിടെ വരാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു പെബിൾ ബീച്ച് കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. പിള്ളേരങ്ങനെയാണ് അതിന് പറയുന്നത്. പക്ഷെ അവിടെ എല്ലാം ഇപ്പോൾ ചെളിയായിട്ട് കിടക്കുക. മഴ പെയ്ത് ജസ്റ്റ് അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. അത് കാരണം വേനലാകുമ്പം പക്ഷെ നല്ല രസം. അന്നേരം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വിട്ടിട്ടുണ്ട്, ബാക്കിയുള്ളതിന് ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിൽ അതെ ഇതിനൊക്കെ നോക്കണ്ടേ. അവിടെ കുറേ കുതിരകൾ നിൽപ്പുണ്ട് മേയാനായിട്ട്. അപ്പം ഞങ്ങൾ ചുമ്മാ കളിയായിട്ട് പറയുമായിരുന്നു കുതിരകളെല്ലാം മേയാൻ വിട്ടേക്കുക, ബാക്കിയുള്ളത് ഞാൻ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കൊക്കെ കഴിഞ്ഞ വെച്ച് ഞങ്ങൾ ആ മരത്തെ കയറാൻ ഞാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ദയനീയമായിട്ട്. ഓ ശരിയാ ശരിയാ ശരിയാ. എന്താണ് കുതിരവാല് കുതിരവാലെന്ന് പറയണത്? ഒരുപാട് കൂടിയുണ്ട്. കൊണ്ട് നോക്ക്, കുതിരനെ അവഹേളിക്കുന്ന ഞങ്ങളുടെ തലയുടെ മുകളിൽ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയായിരുന്നു. എന്നാലും വേണ്ടില്ല, നടക്കാൻ കിട്ടുന്ന വെയിൽ അത്രയാട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും നടന്നു. ശ്രീധുവിനാണെങ്കിൽ വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ലായിരുന്നു. നമ്മള് കുട്ടനാട് എത്തിയോ? അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരന് പുള്ളിയുടെ ഡോഗുമായിട്ട് വന്ന്, അപ്പോൾ അതിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒരു കമ്പ് ഇട്ട് കൊടുക്കും. ആ പക്ഷി അത് ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും. പുള്ളി വീണ്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം നല്ല രസം തോന്നിയപ്പം അയാളോട് ഞങ്ങൾ പെർമിഷൻ ചോദിച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞങ്ങളുടെ പാട്ട് കേട്ട് ഞങ്ങളെ എയറിലാക്കരുതേ. എങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു സ്വാനെ കണ്ടു. അപ്പം ഞങ്ങളതിനെ ശോഭേ എന്ന് പേരിട്ടു.